പുട്ട് ഇൻ ദ പെഡൽ ഇൻ 3, 2, 1 ഗോ. ഇത് വണ്ടികൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്, ഒരു ഫീച്ചറാണെന്ന് ഞാൻ പറയും. അത്യാവശ്യം നല്ല സുഖമാണ് വെന്റിലേറ്റഡ് സീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സീറ്റിൽ നമ്മളിങ്ങനെ ഒരാൾ മസാജ് ചെയ്യുന്നൊരു ഫീല് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു ബ്രേക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമ്മളൊന്ന് ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാക്കിൽ വണ്ടിയൊന്നുമില്ല, നമ്മൾ ഒരൊറ്റ ചവിട്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. നിങ്ങളിത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് കിയ അവരുടെ സോനറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കിയ കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കിയ കണക്റ്റിലൊന്ന് ഞെക്കുകയാണ്. ഞാൻ അവരെ ഒരു തവണ വിളിച്ചു, അപ്പോൾ അവരെ വീണ്ടും വിളിച്ച് ഞാൻ തെറി വിളിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ വിളിക്കാം. നമ്മുടെ കിയയുടെ സോനറ്റാണ്. അപ്പോൾ കിയയുടെ സോനറ്റിൻ്റെ അകത്ത് ഇപ്പോൾ അവർക്ക് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കമ്പനി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവരുടെ ഡീസലാണ്, അതായത് 1.5 ലിറ്റർ DC ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്ന ഡീസലാണ് അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് മോഡൽ. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം റിലയബിളാണ്, വൈബ്രേഷൻസ് കുറവാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ മൈലേജ് ടെസ്റ്റ് നമുക്ക് നമ്മുടെ റിവ്യൂവിൻ്റെ അകത്ത് വരും. അപ്പോൾ അതിന് മുമ്പ് എന്താണെങ്കിലും നമ്മൾ ബോണ്ടൊക്കെ തുറന്ന് വെച്ച് പട്ടിഷോ കാണിച്ച് റിവ്യൂ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിജോ സ്റ്റാർട്ട് ചെയ്തേക്കോ. കണ്ടോ, പണ്ടത്തെ ഡീസൽ എഞ്ചിൻ പോലെ വൈബ്രേഷൻസ് ഒന്നുമില്ല. 1.5 CRDA ആണ്, അത് വളരെ പ്രൂൺ ആയിട്ടുള്ള എഞ്ചിനാണ്. അത് കുറച്ചുകൂടെ സ്മൂത്തൻഡ് ആയിട്ടാണ് ഇവർ ഇതിൻ്റെ അകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്. ആക്സിലേഷൻ കൊടുത്തേ, കണ്ടോ, അത്യാവശ്യം സ്മൂത്തായിട്ട് വൈബ്രേഷൻസ് ഒന്നും ഇല്ലാത്ത നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ശരിക്കും ഈ നമ്മൾ പറയുന്ന പോലെ ഈ കിയ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൂവൺ ആയിട്ടുള്ളൊരു മോഡലാണ്. അവർ സെൽറ്റോസ്, അതായത് സെൽറ്റോസിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വളരെയധികം സെയിൽസ് വന്നു. അത് കഴിഞ്ഞ് അവരതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് ഇറക്കിയൊരു വേരിയൻ്റാണ് ഇവരുടെ നമ്മുടെ കിയയുടെ സോനറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഡിസൈൻ ലാംഗ്വേജ് തന്നെ. എന്ത് ഭംഗിയാണെന്ന് നോക്കി അവരുടെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫീച്ചർ ലോഡഡ് ആയിരിക്കും വണ്ടി. അപ്പോൾ ഫ്രണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ലാമ്പ് ഒന്നുമില്ല, LED ആണ് ലാംപ്സ് വരുന്നത്. ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് പോകുന്നുണ്ട്. ഒരു ഡബ്ല്യു അല്ല, ഈ മറ്റേ വെൽഫെയറിലൊക്കെ കാണുന്ന, വെൽഫെയറിലല്ലോ ഇവരുടെ കാർണിവലിലൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു ഗ്രിൽ ഡിസൈന്. ബാക്കിലൊരു റെഡ് സ്ട്രൈപ്സ് പോയിട്ടുണ്ട്. ഇത് GT ലൈൻ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. DC IMT ഒത്തിരി ട്രാൻസ്മിഷൻ ഒത്തിരി മോഡൽസിൽ ഇത് അവൈലബിൾ ആണ്. ഇവരുടെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഡീസൽ GT ലൈൻ DCT ആണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് എന്നുള്ളൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്യാമറയ്ക്കകത്തോടെ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു വയലറ്റ് കളറാണ്, കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട്. ഒരു ക്യൂട്ട് കളർ ആയിട്ട് നമുക്ക് തോന്നും. ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് തന്നെയാണ്. 215, അതായത് നല്ല വീതിയുള്ള ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. ആ ഒരു റെഡ് കാലിപ്പേഴ്സ് വന്നിരിക്കുന്നതും ആ ലൈനും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വേരിയൻ്റാണ്. സൈഡ് ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. ചെറിയൊരു ക്രോം കൊടുത്തിട്ടുണ്ട്. മുകളിൽ റൂഫ് റെയിൽ വരുന്നുണ്ട്. നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു മാക്രി ഇങ്ങനെ തള്ളിയിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ പോലെ തോന്നും. എങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അത് നമുക്ക് ഇഷ്ടമായിട്ട് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. കണ്ട് നമുക്ക് അതിനോടൊരു ഇഷ്ടം വരും. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. നിങ്ങളിത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് കിയ അവരുടെ സോനറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇവൻ്റെ വേറൊരു സെല്ലിംഗ് പോയിൻ്റാണ് ഇവൻ്റെ ബാക്കിലത്തെ സ്പേഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കാനുള്ള ഇടയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാനുള്ള ഇടയില്ല. എന്നാൽ അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാരംസോ അല്ലെങ്കിൽ ചീട്ടൊക്കെ കളിക്കാനുള്ള ഇട ഇവിടെ വരുന്നുണ്ട്. സൺറൂഫ് വരുന്ന പനറോമിക് അല്ല, ചെറിയ സൺറൂഫാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. സീറ്റ്സിൽ ഒരു റെഡ് സ്ട്രിപ്സ് പോയിട്ടുണ്ട്. അത് ഈ ഒരു സ്പോർട്സ് GT ലൈൻ വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഹൈറ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്ലസ്ട്രോഫോബിക് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കമ്പനിയിൽ തന്നെ നല്ല സൺഷെയ്ഡും മറ്റേ കൂൾ ഫീലിംഗ് പറ്റാത്തതുകൊണ്ട് ചെറിയൊരു കട്ടൺ ഇവർ കൊടുത്തിട്ടുണ്ട്. ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് ഇവന് കൊടുത്തേക്കുന്നത്. അത് ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അതും കൊള്ളാം, ആ ഒരു സംഭവം കൊള്ളാം. പിന്നെ നിങ്ങൾക്ക് കാണേണ്ട എഞ്ചിൻ കണ്ടു, ബാക്ക് കണ്ടു, ഇതാണ് ടോപ്പ് കൂടെ കണ്ടുള്ളൂ. ഫ്രണ്ടിലത്തെ ഡിസൈനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നമ്മളൊരു ഹൈറ്റിലേക്ക് കയറുന്നൊരു ഫീലുണ്ട് കേട്ടോ. ഒരു കുഞ്ഞൊരു SUV-യിലേക്ക് കയറുന്നൊരു ഫീല് നമുക്കിത് തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞ് SUV തന്നെയാണല്ലോ. ഇത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഐ ബിലീവ് ദാറ്റ്സ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പോയിൻറ്റ്. നമ്മളിവിടെ കയറി ഇരുന്നിട്ടുണ്ട്. ഒടുക്കത്തെ ചൂടാണ്. നിങ്ങളുടെ അവിടെ ചൂടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും. ഇതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ആനിമേഷൻ എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റലും കുറച്ച് അനലോഗുമാണ്. അനലോഗിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ത്രൂ ഔട്ട് ഒരു ഡിജിറ്റൽ തന്നെയാണ് പോയിരിക്കുന്നത്. നമുക്ക് AC-യുടെ ഫാൻ സ്പീഡ് കുറച്ചെടുത്താക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ
പേസ് എന്ന് പറയുന്ന ഒരു 3 സ്പോക്ക് മറ്റേ ഇതിൻ്റെ അകത്തൊക്കെ കാണുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. സൈഡിൽ കുറേ സ്വിച്ചസ് ഉണ്ട്, നിങ്ങൾക്ക് അതെല്ലാം അറിയാം എന്നെനിക്കറിയാം. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പ്ലസ് മൈനസ് എന്ന് പറയുന്നത് നമുക്ക് മാനുവൽ ഇട്ട് ചേഞ്ച് ചെയ്യാൻ. ഇത് വി ക്യാൻ യൂസ് പാഡിൽ, സോ വി ക്യാൻ ഇവിടെ ഇട്ട് ഇങ്ങനെ ടക്ക് ടക്ക്, ഇത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് നമുക്ക് ഗിയർ മാറാം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് നമുക്ക് ഗിയേഴ്സ് മാറാൻ പറ്റും. ഇതിൻ്റെ എ സി അത്യാവശ്യം നല്ല തണുപ്പുള്ള അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ളൊരു എ സിയാണ്. വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 360 ഡിഗ്രി ക്യാമറ വരുന്നില്ല, നോർമൽ ഒരു ക്യാമറ വരുന്നുണ്ട്. ഇവിടെ 3 ഡ്രൈവ് മോഡുകളുണ്ട്. നമുക്ക് സ്പോർട്സ് ഉണ്ട്, എക്കോ ഉണ്ട്, നോർമൽ മോഡ്സ് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, സ്നോ, മഡ്, സാൻഡ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഇതിന് എത്രമാത്രം ട്രാക്ഷൻ കൺട്രോൾ യൂസ്ഫുൾ ആണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങനെ എടുത്ത്, ക്ലോസ് റോഡാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇൻഡിക്കേറ്റർ എടുത്ത്, നിങ്ങളാരും ഇത് ആവർത്തിക്കരുത്. പിന്നെ ഇവിടെ കിയ കണക്ട് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്, അതിൽ പിടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരുടെ കോൾ സെൻറ്ററിൽ നിന്ന് കോൾ വരും തോന്നുന്നു. നമുക്കത് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. മൈലേജ് ഞാൻ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഹലോ, like actually this is in between a media drive. We are actually checking whether your system works properly. So thank you so much for connecting with us. Is there anything else I can assist you? No, thank you. Thank you for giving us the precious time for just speaking us in. Have a good day. Okay. സോ അതായിരുന്നു നമ്മുടെ കിയയുടെ കണക്റ്റിംഗ് സെൻറ്റർ. അവന് ഞാൻ വിളിച്ചത് പക്ഷേ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല മീഡിയ ഡ്രൈവ് എന്ന് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എനിവേസ് വി വിൽ സീ വാട്ട്സ് അപ്ഡേറ്റ്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു SOS, ഒരു ഹെൽപ്പ്, അങ്ങനെ 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇതുമായിട്ട് കണക്റ്റഡ് ആകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഈ ഒരു ക്ലോസ് റോഡ് ആയതുകൊണ്ട് ആക്സലേഷൻ നമുക്ക് വളവ് തിരിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ നിങ്ങൾ വേറെ അറിയാൻ വയ്ക്കിരിക്കുന്നത് കാരണം ഇതിൻ്റെ അതുപോലെ തന്നെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത് വണ്ടികൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്, ഒരു ഫീച്ചറാണെന്ന് ഞാൻ പറയും. അത്യാവശ്യം നല്ല സുഖമാണ് വെൻറ്റിലേറ്റഡ് സീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സീറ്റിൽ നമ്മളിങ്ങനെ ഒരാൾ മസാജ് ചെയ്യുന്നൊരു ഫീല് നമുക്ക് കിട്ടും. സസ്പെൻഷൻസ് ആണെങ്കിൽ ഇതുണ്ടോ, നല്ല സസ്പെൻഷൻസ് ആണ്. നമുക്ക് കട്ടറൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് അറിയുന്ന പോലുമില്ല, ചെല്ലി തെറിപ്പിക്കേണ്ട. ഇതുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്. നമ്മളൊരു കുഞ്ഞ് കോമ്പാക്ട് SUV എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പേടിക്കാതെ തന്നെ വണ്ടീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ആക്സിലറേഷൻ ടെസ്റ്റ് കാണിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ഇട്ട് സ്പോർട്സ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ട്രാക്ഷൻ ഒന്നും ഞെക്കിയിട്ടില്ല. AC വേണമെങ്കിൽ നമുക്കൊന്ന് ഓഫ് ചെയ്തേക്കാം. AC ഓഫ് ചെയ്തു, ഫാൻ ഓഫ് ചെയ്തു. എൻജിൻ്റെ ചെറിയ സൗണ്ട് ഉണ്ട്. വി ആർ ഗോയിങ് ടു പുട്ട് ഇൻ ദ പെഡൽ ഇൻ 3, 2, 1 ഗോ. ഇതാണ് അവൻ്റെ ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഡീസൽ എഞ്ചിൻ്റെ ഒരു കിക്കിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിക്കിനില്ല. ഒരു ലീനിയർ ആയിട്ട് തന്നെയുള്ള ഒരു പവർ ഡെലിവറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡീസൽ എഞ്ചിൻ അത്യാവശ്യം സ്മൂത്താണ്. വണ്ടി വളവിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ ഹാൻഡിൽ ആവുന്നുണ്ട്. ഇതിൻ്റെ തഡാസും അതിൻ്റെ സിസ്റ്റംസ് ഒന്നും വരുന്നില്ല. പുതിയ നെക്സോണിൻ്റെ അത് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇത് നെക്സോണാണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. സോനറ്റ് മറ്റേ സെൽറ്റോസ് കുറച്ചൊരു അപ്പർ കാറ്റഗറിയാണ്. ഇതൊരു 18 to below 20 നമുക്ക് കിട്ടുന്ന ഒരു വേരിയൻ്റാണ് സോനറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ള എന്താ, പാഡിൽ ഷിഫ്റ്റേഴ്സ് അത്ര റെസ്പോൺസീവ് അല്ല. ഇതുണ്ടോ, ഞാൻ സെൽറ്റോസിൻ്റെ അകത്തൊക്കെ ഉള്ള അത്രയും റെസ്പോൺസീവ് അല്ല ഇതിൻ്റെ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെയാണ്, പക്ഷേ ഡൗൺ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇതുണ്ടോ, സ്പീഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സ്പീഡിൽ 3rd ഗിയറിലേക്ക് വിടുന്നില്ല. അത് ഡീസൽ എഞ്ചിൻ്റെ ആണോ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഡീസൽ എഞ്ചിൻ്റെ തന്നെയാണോ, അതായത് ലോവർ സ്പീഡിൽ 3rd ഗിയർ പെർമിറ്റ് ചെയ്യാത്തെന്നുള്ള ടോക്ക് കുറവുള്ളതുകൊണ്ടാണോ എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് പറയുക. അപ്പോൾ ഓക്കെയാണ്. കണ്ടോ, ട്രാക്ഷൻ ശരിക്കും കിട്ടാൻ ഇച്ചിരി പാടുപെടുന്നുണ്ട് വണ്ടി. മൈലേജ് ടെസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിതൊന്ന് എന്താ പറയണ്ട, ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. റീസെറ്റ് ചെയ്തിട്ട് ഡ്രൈവിലേക്ക് ഇട്ടിട്ട് നമ്മൾ നോർമലി പോകുന്ന പോലെ ഒന്ന് ക്രൂസ് ചെയ്ത് നോക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ എൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയിട്ട് നിൽക്കുന്നത്, സൺറൂഫ് ഞാൻ പറഞ്ഞിരുന്നില്ല, അത്യാവശ്യം കുഞ്ഞൊരു സൺറൂഫാണ്, വലിയ സൺറൂഫല്ല, ചെറിയൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മൈലേജാണ് ബേസിക്കലി നമുക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വളവിലാണെങ്കിലും ബോഡി റോളിംഗ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഒത്തിരി ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വണ്ടി റിവ്യൂ ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ബോഡി റോളിംഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ഇവൻ അത്രയൊന്നുമില്ല. ഇതുണ്ടോ, പിന്നെ മൈലേജ് കാണാം നിങ്ങൾക്ക്.
19.3 കിലോമീറ്ററാണ് ഈ സോഹനറ്റ് നമുക്കിപ്പം ഈ ഒരു ടെസ്റ്റ് ഡ്രൈവിൽ പ്രൊവൈഡ് ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 22 നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കുറച്ചൊരു ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അത് ആവറേജ് ഒരു 16 ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 18 to 20 കിലോമീറ്റർ എന്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇവൻ തരും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് നമ്മൾ ഫുൾ വീഡിയോയ്ക്കകത്ത് അല്ല നമ്മുടെ ഫുൾ റിവ്യൂവിൻ്റെ അകത്ത് നിങ്ങളുടെ അടുത്ത് കാണിക്കാത്തൊരു സാധനം എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു ബ്രേക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമ്മളൊന്ന് ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാക്കിൽ വണ്ടിയൊന്നുമില്ല, നമ്മൾ ഒരൊറ്റ ചവിട്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വണ്ടി നിന്നോളും. ഇതൊരു ക്ലോസ് റോഡാണ്, അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് SOS ഉണ്ട്, നമുക്ക് ടോവിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ കിയ കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കിയ കണക്റ്റിലൊന്ന് ചെക്കാണ്. ഞാൻ അവരെ ഒരു തവണ വിളിച്ചു, അപ്പോൾ അവരെ വീണ്ടും വിളിച്ച് ഞാൻ തെറി വിളിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ വിളിക്കാം. നമ്മൾ കിയ കണക്റ്റിലേക്കൊന്ന് വിളിച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അവർ കണക്റ്റ് ആവുന്നിടം വരെ നമുക്ക് പിന്നെ ഇതിൻ്റെ ആക്സിലേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ്. ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാനുണ്ടോ? ഓക്കെ, ഇതിൻ്റെ അകത്ത് വേറെ okay, hi, can you give me the direction for Pala, Pala? Pala, oh sure sir, let me check the best route for you. Sure. Excuse me, sir, please go to the call. Pardon? Hello? 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 It's taking a little bit of time, sir. Checking the details for you. As I can got the details, just got the details. The car is on it. Yeah? For Pala. Yeah, Pala. Pala, Meenakshal, Kerala. Yes. 53 kilometers of the distance. Yes. It to the car entertainment screen. Sir, please check have you received or not. Like how to check whether I haven't received any? On the entertainment screen. So entertainment screen I only have, there is a navigation coming up. I think I need to enter it manually. No, you have already entered it, right? Yeah. Yes, sir. Okay, so like I will. Please check sir, have you received or not. Sir? Yes. I have received. Thank you. So for any further assistance, No. You can hang up. Actually, we are in between a media drive, so thank you so much. Thank you for your time. Okay. Thank you for giving us the precious time to speaking with me. Have a good. Okay, bye. പുള്ളി എന്തൊക്കെയോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കി ഗൈസ്, പക്ഷേ അത് വർക്കൗട്ട് ആയിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ മിസ്റ്റേക്ക് ആണോ അവൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ അവനിപ്പോൾ യു ക്യാൻ ഹാങ് അപ്പ്. ഓക്കെ, ഐ ബിലീവ് ഹി ഹാങ്ഡ് അപ്പ്. ഇവിടെ ഒരു കോളിൻ്റെ സൈൻ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ കട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറ. ഓക്കെ, പിന്നെ അതുപോലെ ഇതിൻ്റെ അത് വേറെ കേസാണ്. ഇതിൻ്റെ AC വെൻറ്റ്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ താഴത്താക്കി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവും. വേറെ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ ക്ലോസ്ഡ് ആവുമെന്ന് പറഞ്ഞാൽ പറ്റിക്കത്തില്ല, നല്ല രീതിയിൽ ക്ലോസ്ഡ് ആവുന്നുണ്ട്.